ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. അത് അപ്പൊ തന്നെ വിട്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പൊന്നു മോളെ എന്നെ ഈ കിടന്ന് വിളിച്ചോണ്ടിരിക്കണേ? അപ്പൊ ആർക്കാണ് പ്രശ്നം? അവക്കോ? ആ ശരി ശരി, അവളായിട്ട് തന്നെ നിനക്ക് പ്രശ്നം. തന്നെ ഇനി ഞാൻ അനിയത്തിയെ സപ്പോർട്ട് ചെയ്ത് പറയണല്ല, ഞാൻ തന്നല്ല പറയണേ. നീ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളി. വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. പറഞ്ഞു തീർന്നില്ലെങ്കിൽ പിന്നെ പറയടി. ഇപ്പൊ വെയ്. എന്താ കാര്യം? എന്റെ പൊന്നമ്മായി, ഒന്നും അറിഞ്ഞൂടെ എനിക്ക്. അവള് മറ്റേവളെ കണ്ടിട്ട് മിണ്ടിയില്ലെന്നോ മറ്റേതാ തേങ്ങ എന്നൊക്കെ പറയണം. ആരെ കണ്ടിട്ട് മിണ്ടിയില്ലെന്ന്? ഇപ്പൊ വിളിച്ചത് മെർലിനാണ്. അത് മനസ്സിലായി. മെർലിൻ എവിടുന്നോ എങ്ങോട്ടോ പോകുന്നു. ആ സമയം ശിവാനി വഴി വെച്ച് എവിടുന്നോ എങ്ങോട്ടോ പോകുന്നു. അവര് തമ്മിൽ കണ്ടിട്ട് മിണ്ടാതെ ശിവാനി അങ്ങ് പോയെന്ന്. എടാ, ശിവാനി അവളെ കണ്ടു കാണൂല എന്ന് പറഞ്ഞ അവള് മുഖത്ത് നോക്കിയിട്ടാണ് പോയത്. അവര് തമ്മിൽ കണ്ടിട്ട് മിണ്ടാതെ പോയി. എന്നാ പിന്നെ മെർലിന് ശിവ എടുത്ത് മിണ്ടിക്കൂടെ? മുഖത്ത് നോക്കാതെ പോയ ഒരാളെടുത്ത് ഞാൻ എങ്ങനെ മിണ്ടും എന്നാണ് അവള് ചോദിക്കുന്നത്. നീ എന്തോന്നാ പറയണേ? നീ അല്ലേ കുറച്ചു നേരത്തെ പറഞ്ഞത് മുഖത്ത് നോക്കി പോയിട്ട് പിന്നെ മിണ്ടിയില്ലെന്ന്. ഇപ്പൊ അമ്മായിക്ക് എന്റെ ഫ്രസ്ട്രേഷൻ മനസ്സിലായ? ഇപ്പൊ ഞാൻ അലറിയിൽ എന്തെന്ന് മനസ്സിലായ? ഇതന്നെ അവൾ എന്നോട് പറഞ്ഞോണ്ടിരിക്കണേ. എടാ, അതന്നെ ഞാൻ പറഞ്ഞത്. ചിലപ്പോ ശിവ കണ്ടു കാണൂല അവളെ. ഓക്കെ ശരി, ഇപ്പൊ അവര് തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ അഭിപ്രായം പറയാം. വേണ്ട പൊക്കോ, അങ്ങനെ തന്നെ പൊക്കോ. ഞാൻ പറയും. അവിടെ അഭിപ്രായം പറയാൻ സൗന്ദര്യം ഉണ്ടല്ലോ. സൗന്ദര്യോ? ശരി, സൗന്ദര്യം ഉണ്ട്, നീ പറ. ചേട്ടാ, ഇത് ഈഗോയാണ്. അവര് രണ്ടുപേരുടെ മനസ്സിലെ ഒരു ജാടയുണ്ട്. ഞാനാണ് വലുതെന്നും പറഞ്ഞോണ്ട്. അതാണ് സത്യം. അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവർക്ക് രണ്ടുപേർക്കും അഹങ്കാരം ഉണ്ടെന്നാണ്? അങ്ങനെയും പറയാം. രണ്ടുപേരും സുന്ദരി കോതാളാണെന്ന് ആഗ്രഹിച്ചേക്കുന്നത്. അങ്ങനെ നീ പറയണ്ട പാറുവേ. ശിവാനിക്ക് ശിവാനിയുടെ സൗന്ദര്യം ഉണ്ട്, സൗന്ദര്യം ഉണ്ട്. അത് നീ വിട്. ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിലേ കുറച്ചു കാലം കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ലോകമൊടയായിരിക്കും. ഇവരുടെ രണ്ടുപേരുടെ വഴക്കിന്റെ ഇടയില് നമ്മൾ ചെന്ന് കയറാതിരിക്കണേയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ചേട്ടന്റെ ആരോഗ്യത്തിന് അത് തന്നെയാണ് നല്ലത്. രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് എന്തിനാ അടിമേടിക്കുന്നത്? അയ്യോ, ഞാൻ ആലോചിക്കണതേ, കുറച്ചു കാലം കഴിഞ്ഞ് മെർലിനും കേശു എങ്ങാനും കല്യാണം കഴിക്കേണ്ടി വന്ന പിന്നെ ഫുള്ള് പ്രശ്നമായിരിക്കും. കേശു മെർലിന്റെ കൂടെ നിൽക്കണം, ശിവയുടെ കൂടെ നിൽക്കണം. അങ്ങനെ അമ്മായി പേടിക്കേണ്ട ആവശ്യമില്ല. അതെന്ത്? കുറച്ചു നേരം കഴിയുമ്പോ മെർലിൻ ചേച്ചി ഏതെങ്കിലും കോടീശ്വരനെയോ അതോ ബിസിനസ്സുകാരനെ കെട്ടി പോവല്ലോ. ചേട്ടൻ മെർലിൻ ചേച്ചിക്ക് വെറും ടൈം പാസ്. തുപ്പടി 3 തവണ തുപ്പടി. ചിരിക്കാടി. എന്നിട്ട് എത്ര ഉണ്ട്? ഇത്രയും ഉണ്ട്. എന്നോട് പറഞ്ഞിട്ട് പോയതാട്ടോ അവള്. പക്ഷെ അവള് പറഞ്ഞതിലും കാര്യമുണ്ട് കേശു. നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി വെച്ചോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.